കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡ് ശാപമോക്ഷത്തിനായി കീഴുന്നു. തകർച്ചയുടെ പാരമ്യതയിലെത്തിയ ബസ് സ്റ്റാൻഡ് മഴക്കാലമായതോടെ നഗരത്തിലെ ദയനീയതയുടെയും ദുരിതങ്ങളുടെയും സ്ഥിരാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. ആലാമിപ്പള്ളിയിൽ പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും കോട്ടച്ചേരിയിലെ ഈ പഴയ ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇപ്പോഴും കാഞ്ഞങ്ങാട് നഗരത്തിന്റെ അടയാളവും ആസ്ഥാനവും. അതുകൊണ്ട് തന്നെ രാപ്പകൽ ഭേദമെന്നെ തിരക്കൊഴിയാത്ത ജനസിനാകേന്ദ്രവും. പക്ഷേ അസൗകര്യങ്ങളാലും ദയനീയതയാലും വീർപ്പുമുട്ടുന്ന ഈ ബസ് സ്റ്റാൻഡ് ദുരിതങ്ങളുടെ സിനാകേന്ദ്രമായി മാറിയിട്ട് കാലങ്ങളായി. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ബസ് സ്റ്റാൻഡിനകത്ത് കുണ്ടും കുഴികളും മാത്രമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല. ഓരോ മഴക്കാലത്തും ചെളിവെള്ളത്തിന്റെ ചെറു സംഭരണികളായി മാറുകയാണ് ഇവയെല്ലാം. ഇതുമൂലം ബസ് ജീവനക്കാരും യാത്രക്കാരും നേരിടുന്ന വിഷമങ്ങളും വെല്ലുവിളികളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കുഴികളെ വെട്ടിക്കാനും ഇതിൽ വീഴാതെ ബസ്സുകൾ നിർത്തിയിടാനും സമയവും സാഹസവും ഏറെ വേണ്ടിവരുന്നു. വലിയ കുഴിയാണ്, ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുന്നത്. മറ്റേ ബസ്സുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമ്മൾ പോലത്തെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പാസഞ്ചർക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെള്ളവും കാര്യമില്ലായിട്ട്. പിന്നെ കാടിൻ്റെ സൈഡിലെ കടകൾക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളക്കെട്ടായിട്ട് അവർക്ക് വെള്ളം തെറിക്കൽ, നമ്മൾ വണ്ടി കൊണ്ടുമ്പോൾ അവർ ഭയങ്കര ചീത്ത പറയും നമ്മോട്. വെള്ളം തെറിക്കലായിട്ട് നമുക്ക് അവരോട് പറഞ്ഞിട്ട് തന്നെ മടുത്തു. ഇത് കുറേ കൊല്ലമായി നേരാക്കുന്ന പറഞ്ഞു, ഇന്നുവരായിട്ട് നേരാക്കിയിട്ട. പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. ബസ്സിൽ കയറുകയും ബസ്സിൽ നിന്നിറങ്ങുകയും ചെയ്യുന്ന യാത്രക്കാരുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. എത്ര ശ്രദ്ധിച്ചാലോ എങ്ങനെ പോയാലോ ചെളിവെള്ളം കാലിലോ വസ്ത്രത്തിലോ ആകാതിരിക്കില്ല. ചുറ്റുവട്ടത്തെ കച്ചവടക്കാരുടെ കാര്യവും പരിതാപകരം തന്നെയാണ്. മലീമസമായ ചെളിവെള്ളം യാത്രക്കാരുടെയും കച്ചവടക്കാരുടെയും മേലിൽ പതിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചാലും എങ്ങോട്ട് തിരിച്ചാലും കുഴികൾ മാത്രമായതിനാൽ ഡ്രൈവർമാർ പരാജയപ്പെടുകയാണ് പതിവ്. ഇത് പലപ്പോഴും നഗരത്തിൽ ഗതാഗതക്കുരുക്കിനും ഇടയാക്കുന്നു. ഈ വെള്ളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം നല്ല വെള്ള ഷർട്ടും വെള്ളം മുണ്ടും എടുത്ത് വരുമ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ തെറിക്കുമ്പോൾ വളരെ ചെളിയും ആയി വരും. അതിന് ഇവിടുത്തെ ഭരണകൂടം അതിനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. അപ്പം എങ്ങനെയും കഴിയുന്നും ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഈ ബസ് സ്റ്റാൻഡ് കൊണ്ടുപോകാൻ ശ്രമിക്കണം. രീതി മാറുമെങ്കിലും വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പരാതി പറയാൻ പോലും ഇപ്പോൾ പലരും തയ്യാറാകുന്നില്ല. അത്രയ്ക്കും നിരാശയിലും പ്രതിഷേധത്തിലുമാണ് ഇവരെല്ലാം. പുതിയ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 4-5 വർഷത്തോളമായി. ബസ്സുകളെല്ലാം കയറി ഇറങ്ങുന്നത് ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡിലാണ്. ബസ് സ്റ്റാൻഡിനകത്താണെങ്കിൽ മുഴുവനും കുഴികളാണ്. യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഒരു 120 ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡുമായിട്ട് കയറി ഇറങ്ങുന്നുണ്ട്. വളരെയധികം ജനങ്ങൾക്ക് നിൽക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ ബസ് സ്റ്റാൻഡിനകത്ത്. ബസ്സുകൾ നീലേശ്വരം ഭാഗത്തേക്കും അതുപോലെ തന്നെ പയ്യന്നൂർ ഭാഗം, ചന്ദ്രഗിരി, ഉദുമ എല്ലാ ബസ്സുകളും ഇവിടെയാണ് വന്നിറങ്ങുന്നത്. അതുകൊണ്ട് ഈ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഹോസ്ദുർഗ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പറയാനുള്ളത്. ബസ് സ്റ്റാൻഡിന് ചുറ്റുവട്ടത്തെ കാഴ്ചകളാണെങ്കിൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്നതാണ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെയും രോഗപ്രതിരോധത്തിന്റെയും പേരിൽ പലതും ചെയ്യിക്കുകയും ചെയ്യുന്ന അധികാരികൾ പക്ഷേ കൺമുന്നിലുള്ള നഗരത്തിലെ കണ്ണായ സ്ഥലത്തെ ഈ കാഴ്ചകളെ കണ്ടില്ലെന്ന് നടിക്കുകയും പാടെ അവഗണിക്കുകയുമാണ്. ഇവിടെ ബസ് സ്റ്റാൻഡിൽ വെള്ളം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഇങ്ങോട്ടേക്ക് ആൾ വരുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും കഴിയുന്നില്ല. പിന്നെ ഇവിടെ ഭയങ്കര വൃത്തികേട്. ഇങ്ങനെ ദുരിതത്തിന്റെയും ദുർഗന്ധത്തിന്റെയും വരുതിയിലായിരിക്കുന്ന കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിന് എന്നായിരിക്കും ഉത്തരവാദപ്പെട്ടവർ ശാപമോക്ഷം നൽകുക എന്നതാണ് ഇപ്പോൾ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും വെറുതെയാണെങ്കിലും പൊതുജനം ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.